പാവപ്പെട്ടവരുടെ ആരോഗ്യ പ്രശ്നമാണ് ഏറ്റവും കൺസേൺ എടുക്കേണ്ടതെന്നുള്ളതാണ് നമ്മളെല്ലാം വിചാരിക്കുന്നത്. അതിൻ്റെ ഭാഗമായിട്ട് അവർക്ക് ആശ്രയിക്കാനുള്ള ഏക ഒരു സ്ഥാപനം ആലപ്പുഴ മെഡിക്കൽ കോളേജും പിന്നെയുള്ള മറ്റു താലൂക്ക് ആശുപത്രികളും ജനറൽ ആശുപത്രികളും ഒക്കെയാണ്. അപ്പോൾ അതിനെ വികസിപ്പിക്കാനുള്ളതാണ് നമ്മുടെ ഒരു ലക്ഷ്യമിട്ടിരുന്ന പദ്ധതികളുടെ ഭാഗമായിട്ട്. മെഡിക്കൽ കോളേജ് അതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ നിരവധിയായിട്ടുള്ള പദ്ധതികൾ നടപ്പിലാക്കി. ഇപ്പോൾ പ്രധാനമന്ത്രിയുടെ പ്രത്യേക പദ്ധതിയായിട്ടുള്ള സൂപ്പർ സ്പെഷ്യാലിറ്റി മെഡിക്കൽ കോളേജിന് കിട്ടുന്ന പദവി 150 കോടി രൂപയുടെ കേന്ദ്ര സഹായത്തോടുകൂടി ഉള്ള പദ്ധതി, അത് ആലപ്പുഴ മെഡിക്കൽ കോളേജിൻ്റെ ചരിത്രത്തിലെ ഒരു നിർണായകമായ നാഴികക്കല്ലാവുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഈ പാവപ്പെട്ട രോഗികൾക്ക് മേന്മയുള്ള ചികിത്സ കൊടുക്കാൻ കഴിയുന്ന എല്ലാ ആധുനിക സജ്ജീകരണങ്ങളും അവിടെ ഉണ്ടാക്കാൻ സാധിക്കും. അതോടൊപ്പം തന്നെ അവിടെ ഇപ്പം തന്നെ മിനി RCC പദവിയുണ്ട്. ക്യാൻസർ രോഗികൾ നമ്മുടെ നാട്ടിൽ നിർഭാഗ്യവശാൽ കൂടിക്കൊണ്ടിരിക്കുകയാണ് ഓരോ വർഷങ്ങൾ. ഈ ക്യാൻസർ രോഗികളൊക്കെ തിരുവനന്തപുരത്ത് RCC പോയി ചികിത്സിക്കുക എന്ന് പറയുന്നത് പ്രയാസമുള്ള കാര്യമാണ്. അപ്പോൾ അതിന് ഒരു മാറ്റം ഉണ്ടാകുന്ന രീതിയിൽ നമുക്ക് ഒരു മിനി RCC ആലപ്പുഴയിലുണ്ടാവും. അതിന് കേന്ദ്ര ഗവൺമെൻറ് സഹായം ഈ 150 കൂടാതെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അതല്ലാതെ തന്നെ 47 കോടിയോളം കേന്ദ്ര സഹായം ഈ കഴിഞ്ഞ 4 വർഷമായിട്ട് ആലപ്പുഴ മെഡിക്കൽ കോളേജ് നമ്മൾ നേടിയെടുക്കാൻ കഴിയും. ഇത് വലിയ നേട്ടമായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അടുത്ത 5 വർഷം ആലപ്പുഴയുടെ ആരോഗ്യരംഗത്ത് മികവിൻ്റെ ഒരവസ്ഥ ഉണ്ടാക്കാൻ സാധിക്കും. ഇതിലൊക്കെ കൂടി നിന്ന് പ്രൈമറി ഹെൽത്ത് സെൻറ്റേഴ്സിന് പോലും നമ്മൾ ഇപ്പോൾ ആരോഗ്യറ്റി ആശുപത്രി പോലുള്ള ആശുപത്രികൾ, പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ചെട്ടിക്കാട് ആശുപത്രി പോലുള്ള ആശുപത്രികൾ, പിന്നെ തൃക്കുന്നപ്പുഴ ആശുപത്രി, ഇവിടെയൊക്കെ കേന്ദ്ര ഗവൺമെൻറ് സഹായം നമുക്ക് നേടിയെടുക്കാൻ കഴിഞ്ഞിട്ടുണ്ടെന്ന് പറയുന്നത് മുഹമ്മ ആശുപത്രി, ഇതൊക്കെ നമുക്ക് നേടിയെടുക്കാൻ കഴിഞ്ഞത് ഒരു വലിയ ചിത്രമാണ്. അപ്പോൾ അടുത്ത 5 വർഷത്തേക്ക് നല്ല പ്രതീക്ഷയാണ് ആരോഗ്യ മേഖലയ്ക്ക് ആലപ്പുഴ.